ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കായ വെച്ച് വളരെ പെട്ടെന്ന് നമുക്കൊരു തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കായൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ പച്ചക്കായൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കതിനൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പച്ചക്കായൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 4 മുളക് നമുക്ക് കീറി ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 മുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലോട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. അങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ശകലം ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്ത് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വരാം. അങ്ങനെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് അരപ്പ് ഇട്ട് കൊടുത്ത് അപ്പോഴേക്കും നമുക്ക് നോക്കാം, നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കി ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്നുകൂടി വേവിക്കാം. അപ്പോഴേക്കും വേവിക്കാൻ വെച്ചിട്ടുള്ള കായ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് അതിലോട്ട് ശകലം വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.